ഗുഡ് ഈവനിങ്, നമസ്കാരം. പ്രൊഫസർ കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുഹൂർ മീറ്റിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് പോകാനുണ്ട്. നമ്മുടെ പരിപാടിയൊക്കെ നമ്മൾ എത്ര പെട്ടെന്ന് നടത്തേണ്ടതുണ്ട്. ഇവിടെ എത്തിയ നമ്മുടെ മുഖ്യാതിഥികളായ ICC പ്രസിഡന്റ് മുരളി മണികൻ സാർ, അതേപോലെ ICB പ്രസിഡന്റ് ഷാനവാസി, ISC പ്രസിഡന്റ് EP അദ്രൈവാഞ്ചി, മറ്റ് സിദ്ദീഖ് ബുറായി, മറ്റു എല്ലാ വ്യക്തിത്വങ്ങളോടും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷതയോടെ അലങ്കരിക്കാൻ പ്രൊഫസർ കോഴിക്കോടിന്റെ കരുത്തനായ പ്രസിഡന്റ് KK ഉസ്മാൻ അവരെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം. സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാ ക്ഷണം സ്വീകരിച്ചു. നിങ്ങളൊക്കെ ഉള്ള ഈ സമയത്ത് നിങ്ങളൊക്കെ വളരെ തിരക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ഓരോ സമയങ്ങളിലും വളരെ വിലയിരുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതൊരു സുഹൂറായി നമ്മളെ സംബന്ധിച്ച് ഫോർക്കിനെ സംബന്ധിച്ചത് കേവലം സുഹൂറല്ല. സുഹൂർ എന്ന് പറയുന്നത് നമ്മളെ ഉന്മേഷയുടെ ചുറ്റും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നതല്ല. അതിനപ്പുറം നമ്മൾ തമ്മിലൊരു സ്നേഹബന്ധം, നമ്മൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ ഒന്നുകൂടി വെച്ചുകൊടുക്കാനും നമുക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ, ഒരു ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യത്തോടും തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇത് മഹത്തായ കാര്യമാണ്. സുഹൃത്ത് പറയുന്നത് നമ്മൾ പരസ്പരങ്ങളൊക്കെ ജീവിച്ച് പോകുന്നു. ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്താനുള്ള അവസരം ലഭിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുഹൃത്തിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ കേരളത്തിൽ വരുന്നവരാണ്. കേരളം എന്ന് പറയുന്നത് ഒരു മതം, ഒരു ജാതി, മനുഷ്യരുടെ ആളാണ് നമ്മൾ. അതുപോലെ തന്നെ സ്നേഹമാണ് അഗ്രസാരമെങ്കിലും സ്നേഹസാരം മഹാത്മേകമാണെന്ന് സർക്കാർ ലക്ഷ്യത്തിലൂടെ നമുക്ക് പാടിക്കുന്നത് മഹാരാഷ്ട്രമാണ്. ആ നാട്ടിൽ കേരളത്തിൽ ഒരു ചരിത്രമുള്ളൂ, ഒരു സ്റ്റോറിയുള്ളൂ കേരളത്തിൽ. ആ സ്റ്റോറിയുടെ കേരളത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ സ്റ്റോറിയാണ്. അതിലപ്പുറമൊന്നുമില്ല, സൗഹൃദത്തിന്റെ സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഇത്തരം സുഹൃത്തുക്കളോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒക്കെ പറയുന്നത് സാഹോദര്യത്തിന്റെ സാഹോദര്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നത്. വന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ചെയ്യേണ്ട ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് നമ്മുടെ തിരക്കിട്ട് പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതോടൊപ്പം ICCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുമ്പോഴും നിറഞ്ഞ വായനയിലൂടെ പലപ്പോഴും പ്രസിഡന്റിലൂടെ കേട്ടിട്ടുണ്ട്. ഞാൻ ആദരവുള്ള നമ്മുടെ ICCയുടെ പ്രസിഡന്റ് ഈ വേദിയിലേക്ക് മുഖ്യ പ്രഭാഷണത്തിന് ഞാൻ ചെയ്യുന്നു. പറഞ്ഞു വെച്ചത് തന്നെ ഈ സുഹൃത്ത് എന്ന് പറയുന്നത് ഫോക്കിന്റെ ഒരു സ്നേഹം എന്നാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ കേരളത്തിന് മഹത്തായ പാരമ്പര്യത്തെ പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിലെ ഇന്ന് കാണുന്ന മുഴുവൻ സാമൂഹിക വളർച്ചയ്ക്കും നാന്ദി കുറിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഉസ്മാൻക തുടങ്ങിയത്. നബിദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. മനുഷ്യാരസി പൂർണ്ണ ദൈവമോ, നരദിഗ്ഗാതി പൂർണ്ണ ധർമ്മമോ, പരമേശ്വർ പവിത്രപുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ. ഇതൊരു മതത്തിന്റെയോ സങ്കല്പത്തിന്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ നന്മയുടെ ആശയങ്ങളെയും സംശീകരിച്ചുകൊണ്ട് നബിയെ കുറിച്ച് പറഞ്ഞു വെച്ച ശ്രീനാരായണഗുരുവിന്റെ വാക്കുകളാണ് സ്വാമിയുടെ തുടർച്ചയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെയൊക്കെ കരുണയാണ്. തിരുവനെ കുറിച്ച് പറയുമ്പോൾ പരമകാരുണികനും ആയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അത് പകർത്തിയ സ്വന്തം ജീവിതത്തിലും ഉള്ള ഓരോ അനുഭവത്തിലും
ഓരോ പ്രവൃത്തിയിലും അത് പകർത്തിയ ആളാണ്. ഞാനെൻ്റെ മറ്റ് വശങ്ങളൊക്കെ എന്നെക്കാളും നിങ്ങൾക്ക് അറിയുന്ന ആളാണ്. അതിൻ്റെ ആ വശങ്ങളിലേക്ക് പ്രധാനിക്കൊന്നും ഞാൻ കിടക്കുന്നത്. ഞാൻ പറയുന്നത് അധിക പ്രസംഗവും ഒക്കെയാവും. ഞാൻ വന്നപ്പോഴൊരു കവിതയുണ്ട്, അല്ലാഹ് എന്ന് പറഞ്ഞു. ആ കവിതയിൽ ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. ഇബിൻ എന്ന് പറയുന്ന ഒരു അവിശ്വാസി നബി തിരുമേനി ഒരു മരത്തിന്റെ തലയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിനെ വധിക്കുന്നതിന് വേണ്ടി വാളുയർത്തുകയാണ്. അപ്പോൾ കണ്ണു തുറന്ന നബി തിരുമേനിയോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളെ ആര് രക്ഷിക്കും? അപ്പോൾ തിരുമേനിയുടെ മറുപടി, ദൈവം രക്ഷിക്കുന്നു, അള്ളാഹ് രക്ഷിക്കുന്നു. ആ പറഞ്ഞ വാക്കിന്റെ സ്ഥൈര്യം, ആ ഉറപ്പ്, ആ ശക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴുക. അപ്പോൾ തിരുമേനി ആ വാളെടുത്തുകൊണ്ട് തിരിച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ നിന്നെ ആര് രക്ഷിക്കും? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നെ ഞാൻ രക്ഷിക്കാനില്ല. അപ്പോൾ തിരുമേനിയുടെ വാക്കെടുക്കുകയാണ്, നിന്നെയും അള്ളാഹ് രക്ഷിക്കും. അത് ഒരു കരുണയെ എങ്ങനെയാണ് കാണുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെയാണ് തൻ്റെ കൂടെ, തൻ്റെ മതത്തിലേക്ക്, തൻ്റെ പുതിയ സമൂഹത്തിലേക്കൊക്കെ ആളുകൾ ചേർത്ത് അങ്ങനെ അതിനൊരു ശക്തിയാണ്. നമ്മുടെ കഥ തന്നെ തന്റെ സമൂഹത്തിലെ മൊത്തം ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുഴുവനായി ആളുകളിലേക്ക് അവരുടെ വായിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭക്തന്റെ അദ്ദേഹം പഠിക്കുമ്പോൾ പതിമൂന്ന് തടയാണ്. ഈ തടയുന്നതിന്റെ ശക്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വായിക്കാൻ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ വായിക്കാൻ കഴിയും. ഈ കുറിച്ച് വൃത്തിയായിട്ട് വരും. അങ്ങനെ കുറിച്ച് വൃത്തിയായിട്ട് വന്നതിന് ശേഷം അത് വായിക്കുമ്പോഴാണ് നമ്മൾ കൂടി ഇതിലേക്ക് വരും. നമ്മളങ്ങനെ ഒരു കളകാര്യമായിട്ടുള്ള ആളാണ്. ചോദിക്കാൻ നമ്മൾ എതിർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ശാന്തമായിട്ട് പറയുകയാണ്, പലപ്പോഴും വരട്ടെ. അങ്ങനെയാണ് ഒരു കാര്യം പറയുകയാണ്, നമുക്ക് ഏറ്റവും മഹത്തരമായ ഒന്നുമില്ല. സർക്കാർ ശേഷമുള്ള പ്രസംഗം പുറകെ പോകുമ്പോൾ തന്നെ പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ളത്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ളത് ഒരു സ്ഥലത്തെ ആക്രമിച്ച് കീഴടക്കാൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഒരു അദ്ദേഹത്തിന്റെ അനുയായികളോട് പറയുന്നത്, നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ ആയുധം എടുക്കരുതെന്നാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ ആയുധം എടുക്കരുതെന്ന് ഒരു യുദ്ധരംഗത്ത് തന്റെ അനുയായികളോട് പറയുവാൻ കഴികെ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കഴിയും. അദ്ദേഹം കീഴടക്കിയ ശേഷം മറ്റേ രാജ്യത്തെ ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണം? ആളുകൾ പറയുകയാണ്, ഒരു സഹോദരൻ സഹോദരിയെ പോലെ, സഹോദരി സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ. അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ നിങ്ങളോട് പെരുമാറാൻ പോകുന്നത് നമ്മുടെ സഹോദരന്മാരാണ് കിണറ്റിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവർ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹം അടിമയാണെന്ന് പറഞ്ഞ് കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ട് പിന്നീട് ഈജിപ്തിലെ ഭരണാധികാരിയായിരിക്കുമ്പോൾ തന്റെ സഹോദരന്മാർക്ക് എങ്ങനെ പെരുമാറിയോ, യൂസഫ് എങ്ങനെ പെരുമാറിയോ, അതുപോലെ ഞാൻ നിങ്ങളോട് പെരുമാറും. അതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഔന്നത്യത്തിലിരിക്കുമ്പോൾ തന്നെ ഇന്നലെ വരെ കൊല്ലാക്കള ചെയ്ത ഇത്ര വർഷത്തിന് ശേഷം അവിടെ തിരിച്ചെത്തുമ്പോൾ തന്നെ ഇന്നലെ വരെ എല്ലാ തരത്തിലും ഉപയോഗിച്ച ആളുകളുടെ എല്ലാ അധികാരങ്ങളും കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ പറയാൻ കഴിയുന്നതാണ് കാര്യം. അങ്ങനെ പറയാൻ കഴിയുന്നതാണ് അങ്ങനെ പറയാൻ കഴിയുന്നതാണ് മാനവികത. ആ മാനവികതയും ദയയുടെയും കരുണയുടെയും ഒക്കെ ഒപ്പം തന്നെയാണ് ഇന്ന് പറഞ്ഞു വരുന്നത്. എല്ലാ തന്റെ അയൽപക്കത്തുള്ളവരും എന്ന് പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരെ അവരും ഒക്കെ തന്നെ
ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഫോക്ക് സംഘടിപ്പിക്കുന്ന ഈ പുണ്യമാസം അവതരിച്ച ഈ പുണ്യമാസത്തിൽ നിങ്ങളൊക്കെ നോമ്പ് നോക്കുമ്പോൾ അതിൻ്റെ സങ്കടങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും ഭക്ഷണമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതൊക്കെ ചിന്തിക്കാൻ ഒരിക്കലെങ്കിലും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്ന ഈ അവസരം ഈ പുണ്യമാസത്തിൽ നമ്മുടെ നാമവിശുദ്ധി ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തെ മാത്രമല്ല മനസ്സിനെ കൂടി പാകപ്പെടുത്താൻ പറ്റുന്ന ഒരു പുണ്യമായ അവസരമാണ് ഈ പുണ്യമാസം. അതുകൊണ്ട് ഇത്തരത്തിൽ ഇത് സംഘടിപ്പിച്ച ഓക്കെ ഇതിന് ഏറ്റവും കൂടുതൽ കാണുന്നത് സക്കാത്ത് എന്ന് പറയുന്ന വലിയൊരു സംഭവം. നമുക്ക് വെറുതെ കഴിഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പറയാൻ ശ്രമിച്ചു നോക്കി. എന്നെ ജ്യേഷ്ഠ സ്ഥലത്താണ് 2.5% അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചോ, ഈ ഒരു മാസം പ്രത്യേകമായിട്ട് നമുക്ക് ഒരുപാടുള്ള വിശ്വാസികൾ അവരുടെ സമ്പത്തിന്റെ 2.5% മറ്റുള്ളവർക്ക് വേണ്ടി നൽകുമ്പോൾ അത് നൽകുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ലഭിക്കുന്നവന്റെ ഒരു ഔദാര്യമല്ല, അതിന്റെ അവകാശമാണ് എന്ന് കൂടി പറഞ്ഞു വെച്ച ആ സംഖ്യ ലഭിക്കുമ്പോൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മൊത്തം നോക്കുകയാണെങ്കിൽ വലിയ രാജ്യങ്ങളുടെ മൊത്തം GDP-യേക്കാൾ അധികം വരും ഈ സംഖ്യ അല്ലെ. മൊത്തം GDP-യേക്കാൾ അധികം വന്നേക്കാളും സംഖ്യ. അപ്പൊ അങ്ങനെ ഒക്കെ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെ മനുഷ്യനെ സ്നേഹിക്കണമെന്നും കൂട്ടി നിർത്തണമെന്നും മനുഷ്യനെയൊക്കെ കരുണയിലൂടെയും വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയും ദയയിലൂടെയും അനുകമ്പയിലൂടെയും മാനവീയതയുടെ ഏറ്റവും മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ച ഒരു മതത്തിന്റെ ഒരു പുണ്യമാസത്തിൽ ഇങ്ങനെ ഒത്തുചേരുന്നതിന് അവസരമുണ്ടാക്കിയ എല്ലാവിധ ആശംസകളും. തീർച്ചയായും ഇതൊക്കെ മാസം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി ഒരു മാസം വരെ നമ്മളിതൊക്കെ അനുവർത്തിക്കാം. പിറ്റേ ദിവസം നമുക്ക് വീണ്ടും പരിപാടി തുടങ്ങാം എന്ന രീതിയിലല്ലാതെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇതിന്റെ പുണ്യം കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ ആശംസിച്ചു. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. കൃത്യമായി 9-ാം മാസത്തിൽ നോമ്പെടുക്കുന്ന ആളാണ് മണി എന്നും കൂടി ഞാൻ ഈ മത്സരത്തിൽ സാന്ദർഭികമായിട്ട് നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്നവരാണ്. ഒരു മിനിറ്റ് ആശംസ അവസരങ്ങൾ ബഹുമാനപ്പെട്ട SCBF-ന്റെ പ്രസിഡന്റ് സുഹൃത്ത് ഷാനവാസ് പറഞ്ഞു. എല്ലാവരും അടുത്ത ഒരു പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ക്ഷമയ്ക്കും ഒരു പരിധി ഉണ്ടാവുന്ന ഓർമ്മയാണെങ്കിലും അതിനോട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഓൾറെഡി പറഞ്ഞതാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ കൂടുതൽ സംഭാഷണക്കാരെന്നുള്ളതായിട്ട് ഓരോ മതത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും വൃത്തമുള്ളത്. കൂടുതൽ സംഭാഷണക്കാരാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടമൊക്കെ നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്കലായി നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പോലും നമുക്ക് ഭയം അറിയിക്കും എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ പക്ഷേ പുറത്തിറങ്ങി വളരെ ആളുകളിലൂടെ നോക്കുന്ന ഒരു സമയത്തായിരിക്കും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഞാൻ ICPF പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു വിശിഷ്ട ഈ മാസത്തിൽ പറയുകയാണ് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളൊക്കെ നോക്കെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫാമിലി നോക്കുന്നത് അതുപോലെ അതിൽ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഈ മാസത്തിൽ അവരൊക്കെ ആലോചിക്കണം, അവരൊക്കെ ചെറുതെങ്കിലും നമ്മളൊക്കെ ജയിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറ്റുന്നത് ചെയ്യണമെന്ന് കൂടി ഞാൻ ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നന്ദികളും ശ്രദ്ധിക്കും. സമയം പറ്റില്ല, ഞങ്ങളെ പാറ്റേൺ കിട്ടില്ല. ലൂസിഫർ എന്ന സിനിമയില് മോഹൻലാലിന്റെ ഒരു മാസ് ഡയലോഗ്, ഞാനൊരു കർഷകനല്ലേ വേണ്ടത്, ഒന്ന് കളപറിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാവരും ഓർക്കുന്ന ഒരു മാസ് ഡയലോഗ്. കളപറിക്കാൻ ഏറ്റവും നല്ല മാസമാണ്. വിളയും കളയും എന്താണെന്ന് കൃത്യമായി അറിയുന്നവരാണ് നല്ല കർഷകർ. അതുപോലെ തന്നെ
നമ്മുടെയൊക്കെ സമ്പത്തിലും വിളയുമുണ്ട്, കളയുമുണ്ട്. വേണ്ടാത്തത് അല്ലെങ്കിൽ ദോഷമുള്ള ചില സമ്പത്ത് നമ്മളുടെയൊക്കെ കയ്യിലുണ്ട്. ഉണ്ടാക്കുന്ന സമ്പത്തിലൊക്കെ ഇത്തിരി കളയുണ്ട്, മിനിമം 2.5%. ആ കള പറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ആ കള വിളയത്തില്ല. നമുക്കറിയാം, പല ചെടികളിലും ഈ കള കയറി അത് നല്ല വിളയെ തന്നെ അതിനെ തന്നെ നശിപ്പിക്കുന്നതായിട്ട് കാണാം. നല്ല കർഷകർ അത് വെട്ടി പറിച്ചെടുത്ത് മറ്റു ചില ചെടികളുടെ മരട്ടിലേക്ക് ഇടുന്ന സമയത്ത് അത് ചീഞ്ഞ് ആ ചെടികൾക്ക് അത് വളമായി അവർക്കതുകൊണ്ട് വളരാൻ കഴിയാറുണ്ട്. അതുപോലെ നമ്മുടെ സമ്പത്തിന് കിടക്കുന്ന ആ കള പറിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ വളർച്ചയ്ക്കായി അത് ഉപകാരപ്രദമാവുന്നു. ആ ഒരു സാമ്പത്തിക സംവിധാനമാണ് ഈ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ. എല്ലാവർക്കും ഒരുപോലെയല്ല ദൈവം ഒന്നും തന്നെ വീതിച്ചു നൽകിയിട്ടുള്ളത്, പ്രത്യേകിച്ച് സമ്പത്ത്. നമ്മുടെയൊക്കെ സമ്പത്തിൽ ഒരുപാട് ആളുകൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഈ മാസം നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ സമ്പത്തിന്റെയും കളകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പറിച്ചു കളഞ്ഞുകൊണ്ട് ശുദ്ധീകരിക്കാം നമ്മുടെ മനസ്സും നമ്മുടെ സമ്പത്തും. സമയം നൗഫൽ സംസാരിച്ചപ്പോൾ അള്ളാന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എനിക്കൊരു ചെറിയൊരു ഒബ്സർവേഷൻ പറയാം. ഒബ്സർവേഷനല്ല, എല്ലാവരും പറയുന്ന കാര്യങ്ങളായിരിക്കും പാടും. അതായത് ഈ ഇസ്ലാം മതം പഠിപ്പിച്ച അല്ലെങ്കിൽ അത് ഫോളോ ചെയ്ത് പോകുന്നവരാണ് റമദാൻ അല്ലെങ്കിൽ റമദാനിന് നമ്മൾ ഓരോരുത്തരും നോമ്പെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതിനപ്പുറത്ത് നിങ്ങളൊരു വൈഡായിട്ട് ഒന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ റമദാനിൻ്റെ ഒരു 3-4 വേറെ കുറേ ഗുണങ്ങളുണ്ട്. അതും കൂടി ജസ്റ്റ് അറിയിക്കുകയാണ്. അതായത് മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് റമദാൻ. അതുപോലെ ഫൈനാൻഷ്യൽ ഇക്വാലിറ്റി കൊണ്ടുവരുന്ന സംഭവം കൂടിയാണ്. നേരത്തെ ഇവിടെ 2.5% ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ പണിയാണ് കണ്ടത്. അതായത് ഈ ലോകത്ത് തന്നെ ഒരു പക്ഷേ 2.5% ഇതുപോലെ എല്ലാവരും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡിൽ എപ്പോഴും ഇക്വാലിറ്റി ഉണ്ടാവുകയും ആരും ഒരിക്കലും പട്ടിണി എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് തിങ്ക് ചെയ്യാം. തിങ്ക് ചെയ്യുന്നത് വെറുതെ ആവണ്ട, എല്ലാവർക്കും അതൊക്കെ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്ത് തന്നെയുള്ള ഒരുപാട് രാജ്യങ്ങളിലുള്ള പട്ടിണി പോലും മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുള്ള ഈ വേൾഡ് എക്കണോമിക്കലി നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും താഴെ നിൽക്കുന്നു, പല രാജ്യങ്ങളും പല ആൾക്കാരും മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ഇക്വാലിറ്റി കൂടി നമ്മളിതൊക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ ഇവിടെ ഈ ഫോട്ടിൻ്റെ വേദിയിൽ പറയേണ്ട ഒരു സംഭവം മാത്രമാണ്. ഈ മെസ്സേജൊക്കെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പറയുന്ന ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അത് സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഫോട്ടിന് ഈ സ്വഭാവം നടത്തുക എല്ലാവർക്കും എല്ലാവിധ ആശംസിക്കുന്നു. പത്തിലേക്ക് ആദ്യം 10 കയ്യാറായി. ഫാസ്റ്റിംഗ് കംസ് നമ്മൾ ജസ്റ്റ് ഫുഡ് മാത്രമല്ല നമ്മൾ മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ആക്ഷൻസ് വേർഡ്സ് എല്ലാത്തിനും കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയുമ്പോൾ എല്ലാത്തിനും ഒരു ഫാസ്റ്റ് വരും. പറയുന്നത് വെച്ചാൽ ഒരു ഫാസ്റ്റ് വീക്കിംഗ് ആക്ട് എന്തെങ്കിലും നമ്മുടെ ഒരു മാറ്റം എത്താൻ പറ്റുകയാണെങ്കിൽ ചേഞ്ച് ദ ബിലീഫ്സ്. ഈ ഒരു മാസം നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ മാറ്റം വരുത്താൻ community leaders,
സമയമെടുക്കുന്നില്ല. എല്ലാവർക്കും റമദാന്റെ അനുഗ്രഹീത ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ ഈ നല്ലൊരു കൂട്ടായ്മയ്ക്ക് പ്രദാനം ചെയ്ത ഫോണിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഓഫീസ് കൊടുക്കുന്നുണ്ട്. അസ്സലാമലൈക്കും. ഗുഡ് ഈവനിങ്. നമസ്കാരം. പ്രതിഫലത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും ഈ പുണ്യമാസത്തിൽ എല്ലാവരും സന്തോഷവും സമാധാനവും ഫ്രണ്ട്സ് ഓഫ് കോഴിക്കോടിൻ്റെ ഇന്നത്തെ ഈ സുഹൂർ പ്രോഗ്രാമിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ICC പ്രസിഡന്റ് മണിയേട്ടൻ, ICBF പ്രസിഡന്റ് ഷഹനാസ് ഖാൻ, ISC പ്രസിഡന്റ് TP അബ്ദുറഹ്മാൻ ഖാൻ, അതുപോലെ തന്നെ അപെക്സ് ബോഡി ഭാരവാഹികൾ, മറ്റ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഫ്രണ്ട്സ് ഓഫ് കോഴിക്കോടിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നീങ്ങും. ഭക്ഷണം ഇവിടെ റെഡിയായി.